CPM ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ അതേ കാര്യങ്ങൾ തന്നെയാണോ ഇന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ തെറ്റ് സ്വയം സമ്മതിച്ചാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിലനിന്നത് എന്നാണോ അവർ വ്യക്തമാക്കുന്നത്? അക്ഷയ, കേൾക്കാമെങ്കിൽ. നൗഫൽ, അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ തന്നെ പാർട്ടി ആ വീഴ്ച കണ്ടെത്തിയപ്പോൾ തന്നെ പാർട്ടി അതിന്റെ തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയതാണ്. അതായത് അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. ഈ ഫണ്ട് തട്ടിപ്പിനകത്ത് വീഴ്ചകൾ വന്നു എന്ന് കരുതിയപ്പോൾ, അതായത് ആരും തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ധനസമാഹരണം നടത്തിയിട്ടില്ല, ധനാപഹരണം ഇതിനകത്ത് നടന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എന്ന് പറയുന്നത് ചിലവ് കണക്കുകൾ സമർപ്പിക്കുന്നതിലാണ്. അതായത് വരവ് ചിലവ് കണക്കുകൾ സമർപ്പിക്കുന്നതിലാണ് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ആ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഈ വീഴ്ച കണ്ടെത്തിയ ഉടനെ തന്നെ അപ്പോൾ തന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ടി. മധുസൂദനെതിരെയും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനെതിരെയും കൃത്യമായിട്ടുള്ള പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു സമയത്ത് ഈ ആരോപണവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു എം വി ജയരാജൻ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്. അതായത് എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് എം വി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മാത്രമല്ല, പാർട്ടിയെ തിരുത്തേണ്ട രീതി ഇതല്ല. സ്വാഭാവികമായിട്ടും ഇന്നലത്തെ ആ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ആദ്യം തന്നെ തുടങ്ങുന്നത് സ്വയം വിമർശനവുമാണ് പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ അത് തന്നെയാണോ പാർട്ടിയുടെ രീതി? പക്ഷെ അത് ഉന്നയിക്കേണ്ട വേദി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല, അത് പാർട്ടിക്കകത്തായിരുന്നു ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് എം വി ജയരാജൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. അതായത് പാർട്ടിക്കകത്ത് പറയേണ്ട വിഷയം പാർട്ടിക്ക് പുറത്ത് സംസാരിക്കുന്ന സമയത്ത് അച്ചടക്ക നടപടി നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് എം വി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: അച്ചടക്ക നടപടി വരും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ, അതായത് കുഞ്ഞികൃഷ്ണന് തന്നെ ഉറപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്, തനിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു വ്യക്തത കുറവുമില്ല. അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് എം വി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റി ആയിരിക്കും ചർച്ച ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കെ രാഗേഷും പ്രതികരിക്കുകയുണ്ടായി. കെ രാഗേഷ് പറഞ്ഞതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കകത്ത് യോഗത്തിൽ പരിശോധനാ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ട്, അന്വേഷണ കമ്മീഷൻ ഇത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പരിശോധിച്ച സംഭവത്തിൽ ഇതൊരു യോഗത്തിൽ വന്ന സമയത്ത് ഈ വിലയിരുത്തലുകളെ, ഈ പരിശോധിച്ച കണ്ടെത്തലുകളെ ഒന്നും തന്നെ തള്ളിയിരുന്നില്ല കുഞ്ഞികൃഷ്ണൻ എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ അന്നൊന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉന്നയിക്കാതെ ഇപ്പോൾ വന്ന് ഇങ്ങനെ ഒരു തരത്തിലുള്ള പരസ്യപ്രതികരണം നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല, അത് പാർട്ടിക്ക് ചേർന്ന രീതിയല്ല എന്ന് തന്നെയാണ് CPM നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. നൗഫൽ.